സദാനന്ദൻ മാസ്റ്റർ എം.പിയുടെ കാലുകൾ വെട്ടിയ കേസിലെ പ്രതികൾ 30 വർഷത്തിന് ശേഷം കോടതിയിൽ കീഴടങ്ങി. CPM-കാരായ 8 പ്രതികളെയാണ് വിചാരണ കോടതി നേരത്തെ ശിക്ഷിച്ചത്. മേൽക്കോടതികളിൽ അപ്പീൽ നൽകി ജാമ്യത്തിലായിരുന്നു പ്രതികൾ. സുപ്രീം കോടതി അപ്പീൽ ഫയലിൽ സ്വീകരിക്കാൻ പോലും തയ്യാറാകാതെ വന്നതോടെയാണ് പ്രതികൾ കീഴടങ്ങിയത്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ 30 വർഷങ്ങൾക്ക് ശേഷമാണ് സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടിയെറിഞ്ഞ കേസിലെ പ്രതികൾ ജയിലിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. അതായത് CPM-കാരായ 8 പ്രതികളെ വിചാരണ കോടതി നേരത്തെ തന്നെ ശിക്ഷിച്ചിരുന്നു. ഇവർ മേൽക്കോടതികളിൽ അപ്പീൽ നൽകി ജാമ്യത്തിൽ കഴിയുകയായിരുന്നു. മാത്രമല്ല മേൽക്കോടതിയും ഇവരുടെ ശിക്ഷ ശരിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതിനെ തുടർന്ന് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയിൽ നിന്ന് വിധി ലഘൂകരിച്ച് വാങ്ങാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയത്. എന്നാൽ ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ശരിവെക്കുകയും പിഴത്തുക 25,000 രൂപയിൽ നിന്ന് 50,000 ആക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ എത്രയും പെട്ടെന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഇവരുടെ ശിക്ഷ ലഘൂകരിച്ച് കിട്ടാനായി ഇവർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നെങ്കിലും ഈ അപ്പീൽ സ്വീകരിക്കാൻ പോലും സുപ്രീം കോടതി തയ്യാറായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം അതായത് ഈ ശിക്ഷ പ്രതികൾ അനുഭവിക്കേണ്ടത് തന്നെയാണ് എന്ന് സുപ്രീം കോടതി പോലും വിലയിരുത്തിയതാണ്. തുടർന്നാണ് ഇന്നിപ്പോൾ തലശ്ശേരി കോടതിയിൽ ഈ പ്രതികൾ 8 പേരും ഹാജരായിട്ടുണ്ട്. ഇവിടുത്തെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇവരെല്ലാം തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. വിചാരണ കോടതി അടക്കം 7 വർഷം കഠിന തടവിന് വിധിച്ച കേസാണിത്. കേസിൽ 12 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ആ 12 പ്രതികളിൽ 8 കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ഇവർക്ക് 7 വർഷം കഠിന തടവ് കോടതി ശിക്ഷ വിധിക്കുകയുമായിരുന്നു. ഈ ശിക്ഷ മേൽക്കോടതികൾ അടക്കം ശരിവെക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾ ശിക്ഷ അനുഭവിക്കാനായി ജയിലിലേക്ക് പോവുകയും ചെയ്യുകയാണ്. ഏതായാലും 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഈ പ്രതികൾക്ക് എത്ര വർഷത്തെ തടവാണ് കോടതി വിധിച്ചത്? അതിനന്തരം 7 വർഷം കഠിന തടവാണ് എന്നാണ് മനസ്സിലാവുന്നത്. 7 വർഷം കഠിന തടവാണ് അദ്ദേഹം ഈ പ്രതികൾക്ക് മുഴുവൻ വിധിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ ഇവർ ഹൈക്കോടതിയിലടക്കം അപ്പീൽ പോയ സമയത്ത് ഇവരുടെ ശിക്ഷ അവർ അനുഭവിക്കേണ്ടതാണ് എന്ന് മാത്രമല്ല 25,000 എന്നത് പിഴത്തുക വളരെ കുറവാണ് എന്ന് ഹൈക്കോടതി വിലയിരുത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ പിഴത്തുക 50,000 ആക്കി ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ ഇപ്പോൾ ജയിലിലേക്ക് മാറ്റുന്നത്. എല്ലാ വിധത്തിലും ഈ പ്രതികൾ കുറ്റം ചെയ്തിട്ടുണ്ട്. ഈ കുറ്റം കുറഞ്ഞുപോയി, ശിക്ഷ കുറഞ്ഞുപോയി എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് നേരത്തെ ഹൈക്കോടതി അടക്കം നടത്തിയത്. ഈ പ്രശ്നത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികളെ മുഴുവൻ ജയിലിലേക്ക് ഇപ്പോൾ ശിക്ഷ അനുഭവിക്കാനായി ജയിലിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ പ്രതികൾ തലശ്ശേരി കോടതിയിലാണുള്ളത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉടൻ തന്നെ ഈ പ്രതികളെ ജയിലിലേക്ക് മാറ്റുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 1993 ഇത്തരത്തിലൊരു ക്രൂരമായ ആക്രമണം സദാനന്ദൻ മാസ്റ്റർക്ക് നേരെ നടന്നത്. അദ്ദേഹം തന്റെ സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ബന്ധുവീട്ടിൽ പോയി മടങ്ങുന്ന സമയത്താണ് CPM അക്രമി സംഘം അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും 2 കാലുകളും വെട്ടിയെറിയുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായത്. സദാനന്ദൻ മാസ്റ്റർ അത്തരത്തിലൊരു രാഷ്ട്രീയ ആക്രമണത്തിലൂടെ സദാനന്ദൻ മാസ്റ്ററെ തളർത്താമെന്ന് പ്രതീക്ഷിച്ച എതിരാളികളെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം സംഘടനാ തലത്തിലും ജീവിതത്തിലും ഒക്കെ തന്നെ ഏറെ മുന്നേറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാ MP കൂടിയാണ്. അദ്ദേഹം രാജ്യസഭാ MP ആയി അദ്ദേഹത്തിന്റെ ആശയത്തെ തകർക്കാൻ ശ്രമിച്ച ആളുകൾക്ക് മുന്നിൽ അദ്ദേഹം രാജ്യസഭാ MP ആകുമ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ച പ്രതികളൊക്കെ തന്നെ ജയിലിലേക്ക് പോകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിമിഷം കൂടിയാണ് ഇത് എന്ന് ഓർക്കേണ്ടതുണ്ട്. കാരണം അക്രമ രാഷ്ട്രീയത്തിന് പുറകെ നടക്കുന്ന ആളുകൾ തകർക്കാൻ ശ്രമിക്കുന്ന ആശയത്തെയാണെങ്കിൽ പോലും ആ ആശയം തകരുന്നില്ല. പക്ഷേ തകർക്കാൻ ശ്രമിച്ചവരാണ് ഇത്തരത്തിൽ ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നതെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം. അനിൽ നമ്പ്യാർ, തീർച്ചയായും രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടിയ കേസിലെ പ്രതികൾ 30 വർഷത്തിന് ശേഷം കോടതിയിൽ കീഴടങ്ങി. CPM-കാരായ 8 പ്രതികളെയാണ് വിചാരണ കോടതി നേരത്തെ ശിക്ഷിച്ചത്. മേൽക്കോടതികളിൽ അപ്പീൽ നൽകി ജാമ്യത്തിലായിരുന്നു പ്രതികൾ. സുപ്രീം കോടതി അപ്പീൽ ഫയലിൽ സ്വീകരിക്കാൻ പോലും തയ്യാറാകാതെ വന്നതോടെയാണ് പ്രതികൾ കീഴടങ്ങിയത്. ഇവരെ താമസിയാതെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ പിള്ള റിപ്പോർട്ട് ചെയ്യുന്നത്.